മരിച്ചവർ പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളാണ്. മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചിട്ടുണ്ട്, ഗോവിന്ദാപുരത്ത് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ആ വിവരത്തിലേക്ക് കൂടി പോകാം. അത്യധികം ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെയോടുകൂടി നമുക്ക് മുന്നിലേക്ക് എത്തിയത്. 5 പേരാണ് നാട്ടികയിലെ അപകടത്തിൽ മരിച്ചത്. കുറച്ച് സമയം മുൻപ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൃതദേഹം അവരുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ എല്ലാ ചെലവുകളും സർക്കാർ തന്നെ വഹിക്കും, അടിയന്തര സഹായം നൽകുന്ന കാര്യം ഉൾപ്പെടെ പരിഗണിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളാണ്. അന്നത്തിന് വേണ്ടിയിട്ട് അലഞ്ഞു നടക്കുന്ന ആൾക്കാരായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ രീതിയിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. തൃശൂർ നാട്ടികയിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ഈ അപകടത്തിൽ 5 പേരാണ് മരിച്ചത്. മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്, ആ ലോറി ഓടിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഡ്രൈവർക്ക് പകരം വണ്ടി ഓടിച്ചിരുന്നത് ക്ലീനറാണ്. പക്ഷേ ഈ ക്ലീനർക്ക് ലൈസൻസും ഇല്ലായിരുന്നു, മദ്യലഹരിയിലായിരുന്നു. പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളാണ് മരിച്ചത്. ഇത് മാത്രമല്ല 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ലൈനായി കടന്നില്ല, പാലക്കാട് ഗോവിന്ദാപുരത്ത് നിന്നുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഗോകുൽ VS വിവരങ്ങളും അയച്ചിരുന്നുണ്ട്. ഗൂഗിൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, കണ്ടു നിൽക്കാനാകാത്ത സാഹചര്യമുണ്ട്. 5 പേരുടെ മരണമാണ് ഉണ്ടായത്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചിരിക്കുന്നു. വിവരങ്ങൾ പറയൂ. വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് രാവിലെ നമ്മളിത് കേട്ടാണ് ഉണർന്നത്. 5 പേരുടെ മരണത്തിനിടയായ ഒരു സംഭവം, അലക്ഷ്യമായി വാഹനം ഓടിച്ചതുകൊണ്ട് വരുത്തി വെച്ചൊരു ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും. നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഇവർ ഉറങ്ങിക്കിടക്കുന്നവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാളിയപ്പൻ, ജീവൻ, നാഗമ്മ, ബംഗാരി, വിശ്വ, അങ്ങനെ വിശ്വയ്ക്ക് 1 വയസ്സ് മാത്രമാണ് പ്രായം. ആ കുരുന്നിൻ്റെ ജീവനടക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വളരെ ദുഃഖകരമായൊരു സാഹചര്യമുണ്ടായി. അവരുടെ മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്, ഗോവിന്ദാപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് സംസ്കരിക്കും. ഇവരെ കുഴി എടുത്തു കഴിഞ്ഞു, അവിടെ മൂടുകയാണ് ചെയ്യുക. അത്തരത്തിൽ വളരെ ദുഃഖകരമായൊരു സാഹചര്യത്തിലൂടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ധ്യയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഏതായാലും വളരെ വിഷമകരമായൊരു സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ജനപ്രതിനിധികളും ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടി അലയുന്നവർ, അതായത് ഇവർ താമസിക്കുന്ന ഗോവിന്ദാപുരത്താണ്. ഒരു വർഷത്തിൽ 1-2 മാസം മാത്രമേ ഇവർ വീട്ടിലുണ്ടാകൂ. ബാക്കി സമയങ്ങളിലൊക്കെ തന്നെ ഇവർ അലഞ്ഞ് പല സ്ഥലങ്ങളിലായി പാട്ടുപിറക്കി ഒക്കെ ജീവിച്ച്, ആക്രി പറക്കിയും മറ്റും ജീവിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിരുന്നവർ, ജീവിക്കാൻ വേണ്ടി തന്നെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ശരീരത്തിലൂടെയാണ് ഇത്തരത്തിൽ ലോറി കയറി ഇറങ്ങി ഇങ്ങനെ ഒരു ദുരന്തം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഏതായാലും 2 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. അതിനിടയിലാണ് ഈ 5 പേരുടെ ജീവൻ ആ സ്ഥലത്ത് വെച്ച് തന്നെ, നാട്ടികയിൽ വെച്ച് തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവർ ഒരുപക്ഷെ വളരെ സുരക്ഷിതമായി തങ്ങൾ കിടക്കാൻ കഴിയും, ആ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കരുതിയായിരിക്കും അവിടെ കിടന്നിട്ടുണ്ടാവുക. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇങ്ങനൊരു ദുരന്തം ഒരു തടി ലോറിയുടെ രൂപത്തിൽ ഇവരുടെ ശരീരത്തിലേക്ക് ഇരച്ച് കയറുന്നത്. അത് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ലൈസൻസ് പോലും ഇല്ലാത്ത ക്ലീനറായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ, മദ്യപിച്ചിരുന്നു, അത്തരത്തിലുള്ള പല വിവരങ്ങളും പിന്നീട് പുറത്തു വന്നു. അതെന്തു തന്നെയായാലും വളരെ ദുരന്തമാണ് ഈ ഒരു നാടിനും ഇവർക്കും ഒക്കെ സംഭവിച്ചത്. കാരണം കഷ്ടപ്പെട്ട് അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്, ഈ തെരുവുകളിൽ അലയുന്നവരാണ്. അങ്ങനെ അലഞ്ഞ് ലഭിക്കുന്ന സാധനങ്ങൾ പറക്കി പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂരുമൊക്കെ വിറ്റ് അതിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം കൊണ്ട് അന്നന്നത്തെ അന്നത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അവരുടെ ജീവൻ തന്നെ പോകുന്ന ഒരു സാഹചര്യം. അത്
വലിയ രീതിയിൽ എത്രമാത്രം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ വിഷമകരമായൊരു സാഹചര്യത്തിലേക്കാണ് ഉണ്ടായത്. ഏതായാലും ഇവരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കരിക്കും. മന്ത്രി എം ബി രാജേഷ്, ജില്ലാ കളക്ടർ, പാലക്കാട് SP എന്നുള്ളവരൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ജനപ്രതിനിധികളൊക്കെ അടങ്ങുന്ന ഒരു സംഘം ഈ അവസാനമായി ഇവരെ ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുണ്ട്. നേരെ തൃശ്ശൂരിൽ നിന്ന് നേരെ ഗോവിന്ദാപുരത്തെ ഈ പൊതുശ്മശാനത്തിലേക്കാണ് ഇവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചത്. ഇവിടെ അല്പസമയം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം മൃതദേഹം സംസ്കരിക്കും. അല്പസമയം കൂടി മാത്രമേ ഇവരുടെ ഒരു മൃതദേഹങ്ങൾ ഇങ്ങനെ പൊതു ദർശനത്തിനായി വയ്ക്കുകയുള്ളൂ. അതിനുശേഷം അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ എത്തിയിട്ടുണ്ട്. വളരെ വികാരനിർഭരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങും കരച്ചിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം ഇവർ അത്രമാത്രം ജീവിതം തന്നെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇവർ ഒരു ദിവസം എന്താണോ തെരുവിൽ നിന്ന് ലഭിക്കുക അത് വച്ച് കഴിച്ചു കൂട്ടേണ്ട അവസ്ഥയിലാണ്. അടച്ചുറപ്പുള്ളൊരു വീടല്ല. ഞാൻ രാവിലെ ഇവരുടെ വീടുകളിൽ പോയിരുന്നു. ഒരു മുറി മാത്രമുള്ള 2 ചെറിയ വീട്ടിലാണ് ഇവർ 5 പേര് താമസിച്ചിരുന്നത്. അതിൽ കാളിയപ്പനും ജീവനും നാഗമ്മയും ബംഗാരിയും എല്ലാം ഒരു വീട്ടിൽ ആണ് താമസിച്ചിരുന്നത്. വിശ്വ എന്ന് പറയുന്ന ഒരു വയസ്സുകാരൻ അടുത്തുള്ള ഒരു വീട്ടിലും ആയിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ വിശ്വയുടെ അച്ഛനൊക്കെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സാഹചര്യത്തിലൂടെ ഇങ്ങനെ തെരുവിലും മറ്റ് മന്തി ഉറങ്ങിയൊക്കെ തന്നെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒന്നും അറിയാത്ത സാധാരണക്കാർ നമുക്ക് അത്രമാത്രം വിഷമം. കാരണം ഞാൻ ഇന്ന് രാവിലെ അവരുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇങ്ങനെയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ നമുക്കിടയിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയായിരുന്നു ഇവരുടെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ കണ്ടത്. കാരണം ഒരു ചെറിയ വീടാണ്, അതിനപ്പുറത്തേക്കുള്ള വീട്, ഇടിഞ്ഞു കിടക്കുന്ന വീട്, അടച്ചുറപ്പില്ലാത്ത വീട്, അതിന് കൃത്യമായ പൂട്ടോ താക്കോലോ ഒന്നുമില്ല. മറ്റൊരു കാരണം അവർക്കങ്ങനെ രഹസ്യമായ അല്ലെങ്കിൽ കുട്ടി സൂക്ഷിക്കാനൊന്നും തന്നെ ഒന്നുമില്ല. അത്രമാത്രം സാമ്പത്തികമായി எல்லாரும் வாடகை வந்துதான் கஷ்டப்பட்டாங்க. அந்த மாதிரி படுத்தது அந்த கோயிலுக்கு என்ன பாப்பாட்டு ஐயா காலையில காய்ச்சி கேப்பாட்டா ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഗോവിന്ദാപുരത്ത് നിന്നും വരുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് നാടിനെ നടുക്കി ഇങ്ങനൊരു അപകടമുണ്ടാകുന്നത്. ഉറങ്ങിക്കിടക്കുന്നവർക്കിടയിലേക്ക് തടിലോറി പാഞ്ഞു കയറിയാണ് 5 പേർ മരിച്ചത്. അതിൽ ലോറിയുടെ ക്ലീനറായിരുന്നു ആ വാഹനം ഓടിച്ചിരുന്നത്. മദ്യലഹരിയിലായിരുന്നു ഇയാൾ. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് ലൈസൻസും ഇല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള നടപടികളും പോകുന്നുണ്ടായിരുന്നു. ഗോവിന്ദാപുരത്ത് നിന്നുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. അല്പസമയത്തിനകം തന്നെ പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. മന്ത്രി എം ബി രാജേഷ്, പാലക്കാട് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്തെത്തി കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.